ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് ഒരു എരിശ്ശേരി തയ്യാറാക്കാം. അപ്പം ഞാനൊരു ചെറിയ ഒരു പിടി പയർ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് പെരുമ്പയറാണ് നല്ലത്. നല്ലതെന്നല്ല, കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ചെറുപയർ എടുത്തു. ചെറിയൊരു ഏത്തക്ക സ്ക്വയറായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ചേന, അത് സ്ക്വയറായിട്ട് അരിഞ്ഞത്. ചേന ഏത്തക്കൊന്നും ഇവിടെ കിട്ടാറില്ല. അപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചേന ഇട്ട് കൊടുക്കാം, ഏത്തക്ക ഇട്ട് കൊടുക്കാം. ഇതൊരു 4 പച്ചമുളക് നടുവേദികൾ, അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. അത് ഈ കഷ്ണം വെന്ത് വരുമ്പോൾ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇപ്പോഴേ ഇടുന്നത്. പിന്നെ നമുക്ക് പയർ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആദ്യം ചെറുപയർ വേവിച്ചിട്ട് അതൊരു അര വേവാകുമ്പോഴത്തേക്ക് ഈ 2 കായും ചേനയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പയർ നേരത്തെ വേവിച്ച് വെച്ചുകൊണ്ടാണ് ഇത് രണ്ടും ആദ്യം ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഒരുവിധം വെന്ത് വരുമ്പോൾ പയറും കൂടെ അതിൽ കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ നേരം കൊണ്ട് നമുക്ക് ഇതിന് കൂട്ടരച്ചെടുക്കാം. ഇത് 1 മൂട് തേങ്ങയുണ്ട്, ഇതിടുവാണ് മിക്സിയുടെ ജാറിലോട്ട്. ഇത്ര വേണ്ടി വരില്ല. ഒരു 3/4 ഭാഗം ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3 വറ്റൽമുളക്. മുളക് പൊടി ആവശ്യമുള്ളവർക്ക് മുളക് പൊടി ഇടാം, വറ്റൽമുളക് ഇടണമെന്നില്ല. ഒരു 4 വെളുത്തുള്ളി, ഒരു പിഞ്ച് ജീരകം. പിന്നെ ഇത് വേകുന്ന സമയം കൊണ്ട് ഇത് ഞാൻ അരച്ചെടുത്തോണ്ടിരിക്കും. നന്നായിട്ട് അരക്കണ്ട, അവിയലിൻ്റെ പരുവത്തിൽ അരച്ചാൽ മതി. അപ്പോൾ ചേനയും കായും ഒക്കെ ഏകദേശം വെന്ത് വന്നു. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ പയറും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്, ശകലം കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇത് താളിച്ച് കൊടുക്കാം.
പലതരത്തിൽ വെക്കാം. കായും പയറും കൂടെ വെക്കാം, കായും ചേനയും കൂടെ വെക്കാം, കായും മത്തങ്ങയും കൂടെ വെക്കാം. അങ്ങനെ പലതരത്തിൽ വെക്കാം. പക്ഷേ ഏത്തക്കയും ചേനയൊക്കെ ഇട്ട് വെക്കുന്ന പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. സാധാരണ ഞാൻ ഗ്രൗണ്ട് ഓയിലാണ് ഉപയോഗിക്കാറുള്ളത്. ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറിവേപ്പില. ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ നല്ലൊരു ഡിഷായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.